സിമിയാമി പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എങ്ങനെയെങ്കിലും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വലിയ ആവേശമാണ്. അങ്ങനെ 1-2 വീഡിയോസ് ഇട്ട് കഴിയുമ്പോഴേക്കും എൻ്റെ ആവേശമെല്ലാം തീരും. സ്കൂളിൽ പോയി തുടങ്ങുകയോ മറ്റെന്തെങ്കിലും ജോലിയിലോ ഏർപ്പെട്ടിട്ട് പിന്നെ എനിക്കത് നടക്കാറേ ഇല്ല. കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒന്നും സമയത്തിന് പോസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റാറില്ല, എഡിറ്റ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് പോസ്റ്റ് ചെയ്യാത്തത്. യൂട്യൂബ് കണ്ടിരിക്കുന്ന അത്ര സുഖമല്ല കാര്യമല്ല ഈ എഡിറ്റിങ്ങും പോസ്റ്റിങ്ങും ഒക്കെ കേട്ടോ. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ ആരും. കാരണം നിങ്ങളുടെ സപ്പോർട്ട് കുറയുന്നതനുസരിച്ച് എൻ്റെ ആവശ്യവും കുറയും കേട്ടോ. ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമല്ലേ അടുത്ത വീഡിയോ ഇടാനും തോന്നൂ. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് അൽസഹറ ചിൽഡ്രൻ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററിലേക്കാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ ഫ്രണ്ടിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അത്. എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് സിർജ എന്നാണ്. ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പല കാര്യങ്ങൾക്ക് ഞാൻ പോയിട്ടുള്ളതിൻ്റെ വീഡിയോ ഞാൻ പലവട്ടം ഇട്ടിട്ടുള്ളതാണ്. അവരുടെ ആനുവൽ ഡേക്ക് പോയതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കയറി കാണാനായിട്ട് മറക്കരുത് കേട്ടോ. അവിടെ കഴിഞ്ഞ ദിവസം അവർ കൊച്ചുകുട്ടികളുടെ ചില കോമ്പറ്റീഷൻസ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റോറി ടെല്ലിംഗ്, ഫാൻസി ഡ്രസ്, റൈംസ്, ഇതൊക്കെയാണ് അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്ന കോമ്പറ്റീഷൻസ്. അപ്പോൾ എല്ലാ കൊച്ചുമക്കളും റെഡിയായിരിക്കുന്നത് കണ്ടോ? അടിപൊളിയായിട്ടില്ലേ? ആ കോമ്പറ്റീഷൻസിൻ്റെ ജഡ്ജായിട്ട് വരാവോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു വോയിസ് അവൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മറ്റൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല, തീർച്ചയായിട്ടും വരാം എന്ന് പറഞ്ഞ് ഞാനും ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ദിവസം തന്നെ ഒരു 8:30-9 മണിക്ക് എത്തണമെന്നായിരുന്നു അവൾ വോയിസ് ഇട്ടിരുന്നത്. ഞാൻ എന്തായാലും 10 മിനിറ്റ് മുന്നേ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം റെഡിയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഈ ഇരിക്കുന്ന കൊച്ചു മെഡിക്ക് KG2-ലാണ് പഠിക്കുന്നത്. ആള് നന്നായിട്ട് പിയാനോ വായിക്കുന്നുണ്ട് കേട്ടോ. ആള് വായിച്ച് കേൾപ്പിക്കാൻ മാത്രമല്ല എന്നെ പഠിപ്പിക്കാനും ഒന്ന് ശ്രമിച്ചു നോക്കി, പക്ഷെ നടക്കില്ല എന്ന് കണ്ടപ്പോൾ ആള് മതിയാക്കി. ഈ വരുന്ന കുട്ടി വയലിനാണ് പഠിക്കുന്നത്. എന്തൊക്കെയോ കർണാട്ടിക് മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ എന്നെ വായിച്ച് കേൾപ്പിച്ചു. എനിക്കതൊന്നും അറിയാത്തത് കൊണ്ട് എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ആള് ശ്രദ്ധയോടുകൂടി വളരെ താളത്തിൽ തന്നെ വായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ദിവസത്തേക്ക് ഞാനൊരു ജഡ്ജായി. ഇതെനിക്കൊരു നല്ല അനുഭവമായിരുന്നു. കാരണം ഇത്രയും നാൾ സ്കൂളിൽ എനിക്കറിയാവുന്ന കുട്ടികൾക്കാണ് ഞാൻ മാർക്കിട്ടുന്നത്. ഇവിടെ എനിക്ക് ഒട്ടും തന്നെ അറിയാത്ത കുഞ്ഞുങ്ങൾക്കാണ് ഞാൻ മാർക്കിട്ടത്. അതും കൊച്ചുമക്കൾക്ക്. അവരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും ഇങ്ങനൊരു അവസരം തന്നതിന് അള്ളാഹുവിനോടും എൻ്റെ ഫ്രണ്ടിനോടും ഒരുപാട് നന്ദി. ഞാൻ വരാമെന്ന് ഏറ്റപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട് എന്നോടൊരു ഫോട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കത് സ്റ്റാറ്റസ് വെക്കുന്നതിനോ മറ്റോ വേണ്ടിയിട്ട് ചോദിക്കുന്നു എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അതിനായിരുന്നില്ല, ഇങ്ങനൊരു ഫോട്ടോ ഫ്രെയിം തരുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ഈ ഗിഫ്റ്റും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടായിരുന്നില്ല ഞാൻ പോയത്. അങ്ങനെ 1 ഡേ ജഡ്ജായതിൻ്റെ വിശേഷം ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്ക് ബായ്.